അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP നമ്മുടെ കേരളം ഭരിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോ ഒരുപാട് നാളായിട്ട് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അപ്പോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ BJP നമ്മുടെ കേരളം ഭരിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഭരിക്കുമെന്ന് തോന്നുകയാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കാം എന്താണ് അവരുടെ അഭിപ്രായം എന്നുള്ളത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ സംശയമില്ല, എന്നായിരിക്കും അധികം വൈകാണ്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് നല്ലതായിരിക്കും ദോഷമായിരിക്കും? നല്ലതായിരിക്കേണ്ടതാണ്. വികസനങ്ങളൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട് നമ്മുടെ ഒരു കേരളത്തിൽ. പൊതുവെ പ്രതീക്ഷിക്കാണ്ടല്ലോ. BJP വന്നെങ്കിൽ നല്ലത് ആയിരിക്കും എന്നാണ് ചേട്ടന്റെ അഭിപ്രായം? കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഒരുപാട് പേര് ഇതൊരു നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. BJP വരത്തില്ല. ആളുകൾക്ക് പല ചിന്താഗതിയും അഭിപ്രായങ്ങളൊക്കെ അല്ലേ. ഒരുപാട് പേര് അങ്ങനെയാണ് പറയുന്നത്. എവിടെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. നോക്കണ്ട. ഇപ്പൊ ഈ വരുന്ന ഇലക്ഷന് ഒരു സീറ്റിലും കിട്ടും തോന്നുന്നുണ്ടോ? നമ്മുടെ MLA ആയിട്ട് ഒരു കണ്ടീഷനിൽ വരേണ്ടതാണ്. ഇവിടെ നടക്കൂലടാ. എന്താ കാരണം? അവരുടെ സ്വഭാവം ശരിയല്ല, പ്രവൃത്തി ശരിയല്ല, അവന്റെ കാര്യങ്ങളൊന്നും അവര് ഭരിച്ചു. BJP വന്നപ്പോഴല്ലടാ ഈ തൃശ്ശൂർ പൂരമൊക്കെ ഇത്ര വിഷയമാക്കിയത്. ശബരിമലയിൽ എന്റെ ചെറുപ്പത്തിലും ശബരിമലയിൽ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഇവര് 10 വർഷം വന്നതിന്റെ ഇടയിലെ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇന്നും വരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ചെറുപ്പത്തിൽ 10 വർഷത്തിന് വന്നേ പിന്നെയാണ് ഈ BJP അധികാരത്തിൽ വന്നേ പിന്നെയാണ് ഈ ശബരിമലയിലേക്ക് വിഷയം ഉണ്ടായത്. തൃശ്ശൂർ പൂരം അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനൊക്കെ പോയേക്കുന്നതാണ്. അന്ന് വരെ ഒന്നും ഒരു വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രശ്നം അടിക്കും. പിന്നെ വരൂലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ജനമല്ലേ. അന്ന് നമ്മളെ മലയാളികൾ BJPക്ക് വോട്ട് ചെയ്യില്ലെന്നാണ് പറയുന്നത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു മുൻകാഴ്ചയിൽ വന്നേക്കണ നാശത്തില് കണ്ടേക്കണമെന്നാണ്. വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ചീത്തയായിരിക്കും? അപ്പൊ അടുത്ത സംസ്ഥാനത്തേക്ക് നോക്കി അറിയാലോ എന്താ നല്ലതാണോ ചീത്തയാണോ. അവിടെ വല്ല സമാധാനം ഉണ്ടാ മനുഷ്യന്? ഇന്ത്യയിലുള്ള ജനങ്ങൾ തന്നെയാണ് അവര് നമ്മളെ തല്ലുപിടിപ്പിക്കുന്നത്. എന്ത് വല്ല കാര്യം ഉണ്ടാ? അവിടെ ഓരോ രാജ്യങ്ങൾ മരിക്കുന്നു, ബോംബിട്ട് മരിക്കുന്നു. നമ്മുടെ രാജ്യം മാത്രം കുറച്ചൊക്കെ ഒരു സമാധാനത്തോടെ പോകണം. അതിപ്പോ BJP അധികാരത്തിന് എത്ര നാശത്തിലും പുറം രാജ്യത്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായേക്കണം. നമുക്ക് മാത്രമല്ല വേണം, എല്ലാ സമുദായങ്ങൾക്കും പുറം രാജ്യത്ത് ഈ വിഷയം ജോലി ചെയ്യുന്നവർക്കൊക്കെ ബാധകമാവും. എന്തോരം ലക്ഷക്കണക്കിന് ആളുകളെ ചെറുപ്പക്കാര് ജോലിക്ക് പോകാൻ നിൽക്കണം. അവർക്കൊക്കെ പ്രശ്നങ്ങളാവും. ഇതൊക്കെ ഉള്ളതാണിത്. നമ്മുടെ ഇന്ത്യയുടെ നോട്ടം നല്ലതാണെങ്കിൽ നമുക്ക് എവിടെ ചെന്നാലും സ്ഥാനം ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. ഞാൻ BJPനെ കുറ്റം പറയണതല്ല കേട്ടോ. ഭരണമാണ് ഞാൻ നോക്കണം. ഓരോരുത്തർ ഭരണ കാഴ്ചപ്പാടാണല്ലോ. കോൺഗ്രസ് ഉണ്ടായല്ലോ, ഇടതുപക്ഷയിൽ വലിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷമായിട്ട് ഇവിടെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഞാൻ ഇടതുപക്ഷക്കാരനുമല്ല. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷെ ഇന്ന് വരെ ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ടില്ല. 10 വർഷത്തിനിടയിൽ ഒരു വിഷയം, കലാപോ മറ്റുള്ള വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. താങ്ക് യു. ഇപ്പൊ ഉണ്ടാവില്ല എന്ന് അറിയാനും പറ്റില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ അവിടെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞതാണ്. അതാണ് BJPയിലെ കുറ്റം പറഞ്ഞതാണ്. BJP ഒരു പാർട്ടി തന്നെയാണ്. പക്ഷെ അവരുടെ ഭരണം നല്ലതാണെന്ന് എല്ലാവരും ഇഷ്ടപ്പെട്ടെ. അവര് ജനങ്ങളെ അങ്ങോട്ട് എല്ലാവരും അങ്ങോട്ട് അംഗീകരിക്കണല്ലോ. അവരുടെ വേറെ ചിന്തകളാണ്. അതാണ് അവർക്ക് നാശം വന്നത്. വേറെ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നില്ല. എന്താണ് കാരണം? അതൊരിക്കലും വരില്ല. ഇവിടെ BJPക്ക് എതിരെയാണ് ജനങ്ങളൊക്കെ ചിന്തിക്കുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ തെറ്റിദ്ധാരണയിൽ പെട്ടിട്ടൊക്കെ എനിക്ക് പോയിട്ടുണ്ടാവാം. എന്തുകൊണ്ടാണ് എല്ലാവരും എതിർക്കുന്നത് BJPയുടെ രീതി അതാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വികസനമൊക്കെ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു പാർട്ടിയാണല്ലോ BJP. അവിടെ എന്ത് വികസനം ഉണ്ടായി തന്നെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിലൊക്കെ ഒരുപാട്. ഇവിടെ അത് റിലയൻസ്, അംബാനിമാര്, അദാനിമാർക്കൊക്കെ അല്ലേ. കേരളമാണ് അതിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. കേരളത്തിന് ഒരു MLA പോലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് പറയാൻ വയ്യ. ഉണ്ടാവാൻ സാധ്യത ഇല്ല. ഈ വരുന്ന ഇലക്ഷന് ഒരു MLA ഉണ്ടാവില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. അധികാരത്തിൽ വരും, അടുത്ത കാലത്ത് ഉണ്ടാവില്ല. വരൂലെന്ന് പറയാൻ പറ്റില്ല. ഒരു കാലത്തും വരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇപ്പൊ ഈ ടേണിലൊന്നും വരില്ല. വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മുടെ കേരളത്തിന്. അത് ഓരോരുത്തരുടെ നയം പോലെ ഇരിക്കും. ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ് നമ്മുടെ കേരളത്തിലെ BJP ഈ ടേണിലും അടുത്ത ടേണിലും വരില്ല. ഒരു സീറ്റെങ്കിലും നമുക്ക് ഉണ്ടാവും ഈ വരുന്ന ഇലക്ഷൻ? അതുണ്ടാവും, ഉണ്ടാവുന്ന ഉറപ്പാണ്. അതുണ്ടാവും. പക്ഷെ ഒരിക്കലും ഈ പ്രാവശ്യവും അടുത്ത 5 വർഷവും ഭരിക്കാൻ പോണില്ല. വികസനം ഉണ്ടാവും തോന്നുന്നുണ്ടോ നമ്മുടെ ഈ BJP ഭരിച്ചു കഴിഞ്ഞാൽ? നമ്മുടെ കേരളത്തിൽ പുതുതായിട്ട് എന്തെങ്കിലും വികസനങ്ങൾ വരുന്നു തോന്നുന്നുണ്ടോ? വികസനങ്ങൾ അവരുടെ നയം പോലെ ഇരിക്കില്ല. അവരെന്താണ് ആഗ്രഹിക്കുന്നത്, ഇവരെ നന്നാക്കണോ അല്ലെങ്കിൽ എന്താ വേണ്ടെന്നുള്ള അവരുടെ ഒരു മനസ്സിലിരിപ്പ് പോലെ ഇരിക്കും. ഓരോ സർക്കാരും മാറി മാറി വരുമ്പോ അവർക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ. കേരളത്തെ കുതിപ്പിലേക്ക് ഉയർത്തണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ വന്നാ രക്ഷപ്പെടും. അത്രേ ഉള്ളൂ. സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? BJPക്ക് അതിനുള്ള ജാതി മതത്തിനോട് അതൃപ്തി കാണിക്കണോണ്ട് മൊത്തത്തില് BJPനോട് ആൾക്കാർക്ക് ഇഷ്ടമല്ല. ഇപ്പൊ കുറെ എണ്ണങ്ങൾ പൊട്ടി വളർത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ആൾക്കാരൊക്കെ. അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് വെള്ളത്തിലെ കൊമ്പളാണ്, എപ്പോഴും പൊട്ടാം.
കാരണം യു പിയിലും ജാർഖണ്ഡ്, ആസാം പല കാലത്തും മുസ്ലിം വിരോധം വെച്ചുകൊണ്ട് പല അതുപോലെ ക്രൈസ്തവര, അതായത് ക്രിസ്ത്യൻ മുസ്ലിം പള്ളികൾ പൊളിക്കുന്നു. ഇതൊന്നും ഇവര് ഇത് നിൽക്കണം എന്തിനാ? ഇവര് പറയുന്നുണ്ട് ഭയങ്കര ഇതൊക്കെയാണ്, പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ വരില്ല. കേരളത്തിൽ ഒരു MLA പോലും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇനി അത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ സുരേഷ് ഗോപി ജയിക്കൂല എന്ന് ഉദ്ദേശിച്ചല്ലേ, സുരേഷ് ഗോപി ജയിച്ചില്ലേ, അത് ആളുകളുടെ മനസ്സിലിരിക്കലാണ്. എന്തായാലും കേരളത്തില് മിക്കവാറും ഒരു സീറ്റ് കിട്ടുമായിരിക്കും, ഈ വരുന്ന ഇലക്ഷൻ ഒരു സീറ്റ് സീറ്റ് കിട്ടുമായിരിക്കും. അത് നമുക്ക് പറയാൻ പറ്റില്ല, അതിപ്പോ എവിടെ വരുമെന്നൊന്നും നമുക്ക് പറയാനില്ല. പക്ഷെ ഭരണമൊന്നും അവർക്ക് പ്രതീക്ഷിക്കേണ്ട. അത് തമിഴ്നാടും കേരളവും അങ്ങനെ തന്നെയാണ്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നമുക്ക് പറയാൻ പറ്റില്ല. തമിഴ്നാടും ഇതിനോട് യോജിപ്പില്ല. എന്റെ ഒരു കണക്ക് ഇന്ത്യയില് ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത് BJP-നോട് എതിർപ്പുള്ളത് തമിഴ്നാട്ടിലാണ്. ഞാൻ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കേരളത്തിൽ അതൊന്നും പ്രസക്തി ഇല്ല. അത് വളരെ കറക്റ്റാണത്, 100%. ഓക്കെ, ഈ ഒരു സ്ഥിതിയിൽ തോന്നിയിട്ടില്ല. അല്ല ഇപ്പോഴല്ല, എന്തെങ്കിലും ഒരു നാൾ നമ്മുടെ കേരളം ഒരു തവണ BJP ഭരണം വരുന്നു തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല, അങ്ങനെ വരാതിരിക്കട്ടെ എന്ന്. എന്തുകൊണ്ടാണ് വരാതിരിക്കട്ടെ? ഇപ്പൊ നമ്മള് കേന്ദ്രത്തില് ഒരുപാട് വികസനങ്ങളും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ BJP. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ഒരു നല്ല നേതാവില്ല. ഇല്ല. നാളെ കേരളം പിടിക്കണം എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകേണ്ട നേതാക്കളോ അഭിപ്രായം പറയാനോ അറിയില്ല. ഗ്രോയിങ് പാർട്ടിയാണല്ലോ, അതായത് ഇനി വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണല്ലോ കേരളത്തില്. വളർന്ന് പുതുതലമുറ അറിവില്ല നല്ലവർ വരുവാണെങ്കിൽ ഒരു പക്ഷെ ഒരു നാൾ വരാം, വരാനും ചാൻസ് ഉണ്ട്. നല്ല നല്ല നേതാക്കൾ വന്നാല് ജനങ്ങൾക്ക് വിശ്വാസം ഏറ്റെടുക്കാൻ പറ്റുന്ന നേതാക്കൾ വന്നാല് തീർച്ചയായും വന്നു കഴിഞ്ഞാൽ BJP വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇല്ല, നാടിന് വികസനം വേണം. വികസനം വേണം. അതാണ് 10 കൊല്ലം കഴിയുമ്പോ വരും ചിലപ്പോ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇവിടുത്തെ പോക്ക് അങ്ങനെയാണല്ലോ, ഇടതിന്റെയും വലതിന്റെയും പോക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് വരാൻ ചാൻസ് കൂടുതലുണ്ട്. ഇപ്പൊ ഈ വരുന്ന ഇലക്ഷന് ഒരു സീറ്റെങ്കിലും MLA ഉണ്ടാവുന്നോ? സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്, 4-5 സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? BJP വരുന്നുണ്ടോ? BJP വരില്ല, എവിടെയെങ്കിലും ഒക്കെ പിടിക്കും. ഇവൻ പറഞ്ഞ പോലെ തന്നെ ഒരു 4 സീറ്റോളം പിടിക്കും. എന്തായാലും 4 സീറ്റോളം പിടിക്കുന്നതാണോ? BJP ഇവിടെ നമ്മുടെ കേരളത്തിൽ ഭരിച്ച നല്ലതായിരിക്കും ചീത്തയായിരിക്കും? അതിപ്പോ അവര് ഭരിച്ചുകൊണ്ടിരിക്കുന്നിടത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ കേരളത്തിൽ എന്താ കുഴപ്പം? അവര് ഭരിക്കുന്ന ഇന്ത്യയിലൊന്നും വേറെ കുഴപ്പം എങ്ങുമില്ല. ഇവിടെ വന്ന് കുഴപ്പമുണ്ടാവില്ല. വികസനങ്ങളൊക്കെ ഉണ്ടാവുന്ന വികസനം ഉണ്ടാവുമല്ലോ, തീർച്ചയായും ഉണ്ടാവണമല്ലോ. വികസനങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും വികസനം ഉണ്ടാവും. അതായത് ഒരു പ്രാവശ്യമെങ്കിലും ഇവര് ഭരിക്കണം. ഭരിച്ച് നമ്മള് അന്നാലാണല്ലോ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മാറി 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 വരണം. ഇതിപ്പോ എന്ന് പറയണെങ്കിൽ UDF LDF UDF LDF ഇപ്പൊ 10 വർഷമായിട്ട് LDF മാത്രം. അപ്പൊ അവർക്ക് ഒരു ചാൻസ് കൊടുക്കണം. അവരും ഭരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്നപ്പോ അന്നേരം ജനങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരിക്കലും ഇല്ല. എന്താണ് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ കാരണം? രാവിലെ ഭരണവും ഒന്നും ഇവിടെ കേരളത്തിൽ വില പോകുകയൊന്നുമില്ല. ഇവിടെ നമുക്ക് കേരളത്തിൽ ആരും സപ്പോർട്ട് ചെയ്യില്ല BJP-നെ. BJP-നെ വലിയ സപ്പോർട്ടൊന്നും വരില്ല. ഒരു അംഗത്വം തന്നെ ഉണ്ടാകുന്ന MLA തന്നെ ഉണ്ടാകുന്ന സംശയം. അല്ല എന്തെങ്കിലും ഒരു നാൾ ഒരു 10-30 വർഷത്തിനുള്ളിലെങ്കിലും നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ ഇപ്പൊ പറ്റൂല. ഇപ്പൊ ആ സമയത്ത് ഇപ്പോഴത്തെ രീതിയിൽ അവര് നടപടിയിലൊന്നും വരൂല. ഈ വാക്ക് സാമർത്ഥ്യം മാത്രമുള്ള ഇവിടെ ഉണ്ടാവില്ല, ഭരണം ഉണ്ടാവില്ല. എന്തായാലും ഒരു MLA പോലും ഉണ്ടാവില്ല ഈ തവണത്തെ ഇലക്ഷൻ പോലും ഉണ്ടാവില്ല. പറയാനൊക്കത്തില്ല. BJP ഭരിച്ചേക്ക് നല്ലതായിരിക്കും നമ്മുടെ കേരളം. ഭരണം പോലും ഇരിക്കും. ചേട്ടന് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു നാൾ BJP അധികാരത്തിൽ വരും, മുഖ്യമന്ത്രിയൊക്കെ ഉണ്ടാവുമെന്ന്? നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ലല്ലോ. ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ BJP വരണമെന്ന്? നല്ല ഭരണം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആര് ഭരിച്ചാലും. ഇപ്പത്തെ ഭരണത്തിൽ ഓക്കെ ആണോ ചേട്ടൻ? അല്ല. അല്ല. അപ്പൊ വേറൊരു പാർട്ടി ഭരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഏതായിരിക്കും? അതൊക്കെ അത്ര തുറന്ന് പറയേണ്ട കാര്യമല്ലല്ലോ. എന്നാ ഭരണം വേണ്ടെന്നാണ് അഭിപ്രായം. ഈ ഭരണം കണ്ടിരിക്കാതിരിക്കാം നല്ലത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. LDF തന്നെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അത് 5 വർഷം കൂടെ അയാൾ ഭരിക്കണം, ആ രീതിയിൽ പോകണം. അങ്ങനെ പറയാൻ കാരണം അത് അങ്ങനത്തെ ഇപ്പോഴത്തെ ഭരണം കാഴ്ചവെക്കണ നല്ല ഭരണമുള്ള കാഴ്ചപ്പാണ്. എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് ഇപ്പൊ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു 5 കൊല്ലം കൂടി പുള്ളി ഭരിക്കട്ടെ എന്നുള്ള കണക്കൂട്ടലാണ്. എന്ത് വികസനമാണ് കഴിഞ്ഞൊരു 9 കൊല്ലത്തില് നമ്മുടെ കേരളത്തിൽ? എല്ലാം വികസനമാണല്ലോ. ഇപ്പൊ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുത്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ 2000 രൂപ പെൻഷനാക്കി. അങ്ങനെ പാവപ്പെട്ട് ഓട്ടോ തൊഴിലാളികൾക്കാണ് ചാർജ് ഇപ്പൊ അടുത്ത് കൂട്ടാൻ പോണു. കൂട്ടിയിട്ടില്ല, കൂട്ടും.
പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ബാക്കിലേക്കാണ് സർക്കാർ. BJP എന്തെങ്കിലും വരുന്നോന്നുണ്ടോ നിങ്ങൾക്ക്? BJP വരുമെന്ന് തോന്നുന്നത് ചിലപ്പോ 1-2 സീറ്റ് ചിലപ്പോ പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ കേരളം ഭരിക്കാൻ സാധ്യതയില്ല.